നാം തിരിച്ചറിയേണ്ടതുണ്ട്. പക്ഷേ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ആരംഭിക്കുന്നത് ഇത് ഊന്നിപ്പറഞ്ഞുകൊണ്ട്, ഈ വർഗീകരണം ഊന്നിപ്പറഞ്ഞുകൊണ്ട് തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ആരംഭിക്കുന്നത് തന്നെ. തീർത്തും ആത്മീയമായി മനുഷ്യനെ ഉൾക്കൊള്ളാൻ കഴിയാത്ത, വിമോചനത്തിന്റെ ഒരു സാധ്യത പോലും അന്വേഷിക്കാത്ത, ഭൗതിക പ്രമുക്തതയെ മാത്രം സ്വീകരിക്കുന്ന ഒരു ദർശനമായിട്ടാണ് കമ്മ്യൂണിസം ഇടതുപക്ഷം അവസാനിപ്പിക്കുന്നത്. മതത്തെ ഒരു മനുഷ്യ വിമോചനത്തിന്റെ സാധ്യതയായി പോലും ഉൾക്കൊള്ളാൻ ഇടതുപക്ഷത്തിന് സാധിക്കുന്നില്ല എന്നതാണ്. എന്തു തന്നെ പറഞ്ഞാലും മതങ്ങൾ ലോകത്തെ ഒരു വലിയ യാഥാർത്ഥ്യങ്ങളാണ്. ലോകത്തെ വലിയ സമൂഹം, ആഗോള സമൂഹത്തെ, മനുഷ്യ വിഭവത്തെ നാം നിരീക്ഷിക്കുന്നിടത്ത് മനസ്സിലാകും വലിയൊരു സമൂഹവും മതവിശ്വാസികളാണ്. ഇങ്ങനെ 90% വരുന്ന മതവിശ്വാസികളെ അവരെ സംബോധന ചെയ്യാൻ കഴിയാതെ വരികയും അവരോട് ഒരു സാംസ്കാരികമായ സംവാദത്തിന് തയ്യാറാകാതെ വരികയും പകരം അവരെ രാഷ്ട്രീയമായി ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്നത് കമ്മ്യൂണിസത്തിന്റെ മറ്റൊരു വൈരുദ്ധ്യവും കൂടിയാണ്. അവരെ സാംസ്കാരികമായി സംബോധന ചെയ്യാൻ കഴിയുന്നില്ല. ജാതിമത സമൂഹത്തോടുള്ള കാഴ്ചപ്പാടുകൾ അതാണ്, നിലപാടുകൾ അതാണ്. അവരെ അവഗണിക്കണോ അതല്ല ഉൾക്കൊള്ളണോ എന്ന നിലപാടിൽ പോലും പരസ്പരം സംഘർഷങ്ങൾ രൂപപ്പെട്ടു വരുന്നത് അങ്ങനെയാണ്. നമ്മുടെ വടയമ്പാടിയിലെ ദലിത് പ്രശ്നങ്ങളോടുള്ള സമീപനങ്ങളെ നമുക്ക് അങ്ങനെ ചേർത്ത് വായിക്കാവുന്നതാണ്. അങ്ങനെ പുതിയ കാലത്തെ ഇഷ്യൂകളെ, പുതിയ കാലത്തെ സംഭവ വികാസങ്ങളെയൊക്കെ വായിക്കുന്നിടത്തും ഇത് ഉൾക്കൊള്ളാനുള്ള പരിമിതിയാണ് കമ്മ്യൂണിസത്തെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. മാർക്സ് പറയുന്നത് മതം ഒരു അടഞ്ഞ ഭാഗമാണ്, കുടുംബം ഒരു ബൂർഷ്വാ സങ്കല്പമാണ്. കുടുംബത്തെ ഉൾക്കൊള്ളാൻ, മാനുഷികമായ വിഭവശേഷിയെ ഉൾക്കൊള്ളാൻ കഴിയാതെ വരുന്ന മാർക്സ് ശരിക്കും ഇടതുപക്ഷത്തിന്റെ ഒരു നയം ഈ ഉദാരതയിലേക്ക്, ലിബറലിസത്തിലേക്കുള്ള വാതിൽ, കവാടം തുറന്നു കൊടുക്കുകയാണ്. കുടുംബത്തെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്ന് മാത്രമല്ല, ഉദാര ലൈംഗികതയെയും ലിബറലിസത്തെയും നോക്കിക്കാണുകയും ആരംഭകാലം മുതൽ തന്നെ അരാജകത്വത്തിലേക്ക് അവർ ആനയിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടായിരിക്കും കമ്മ്യൂണിസത്തിന് അരാജകത്വവാദികൾ എന്ന ഇടതുപക്ഷത്തെക്കുറിച്ച് പൊതുവെ ആക്ഷേപങ്ങൾ ഉന്നയിക്കപ്പെടുന്നത്, ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. സാമൂഹ്യമായി, സാമ്പ്രദായികമായി നിലനിന്നിരുന്ന സദാചാര സങ്കല്പങ്ങളോട് പോലും നല്ല സമീപനം സ്വീകരിക്കാൻ കഴിയാതെ വരികയും സദാചാര വിപ്രതിപത്തി സ്വീകരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്നത് ഇടതുപക്ഷത്തിന്റെ ഒരു വലിയ പ്രശ്നമായി നമ്മുടെ മുന്നിൽ അവശേഷിക്കുന്നു. കാലങ്ങളായി കാത്തു സൂക്ഷിക്കുന്ന സദാചാര മൂല്യങ്ങളെ സ്വീകരിക്കുന്നതിന് പകരം, അതിനെ ഉൾക്കൊള്ളുന്നതിന് പകരം നമ്മുടെ രാജ്യം ഇന്ന് വളരെ വലിയ ഭയാനകമായ പ്രതിസന്ധികളിൽ അകപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴും അതിനെ രാഷ്ട്രീയമായി, സാംസ്കാരികമായി അതിനെ നോക്കിക്കാണുകയോ ചെറുത്തു തോൽപ്പിക്കുകയോ ചെയ്യുന്നതിന് പകരം ഫാഷിസ്റ്റ് നമ്മളെ കഥകിൽ മുട്ടി അടുക്കള കയറി അകത്തു വന്ന് നമ്മളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഘട്ടങ്ങളിലും പുരോഗമന വിദ്യാർത്ഥി പക്ഷത്തിന്റെ നിലപാടെന്താണ്? മുസ്ലിം പെൺകുട്ടികൾക്ക് മഫ്ത കടം മേടിച്ചവരെ ഫ്ലാഷ് മോബ് കളിപ്പിക്കണം എന്നതാണ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ ഇപ്പോഴത്തെയും വരുന്ന നിലപാട് എന്ന് പറയുന്നത്. മുസ്ലിം സമുദായത്തെ കൃത്യമായി നോക്കിക്കാണാൻ കഴിയാതെ വരികയും അവരെ പുരോഗമനം പഠിപ്പിക്കണം, പുരോഗമനത്തിലേക്ക് അവരെ കൊണ്ടുവരണം എന്ന ലക്ഷ്യം സ്വീകരിച്ചുകൊണ്ട് ഇങ്ങനെ മഫ്ത കടം മേടിച്ച് ഫ്ലാഷ് മോബ് കളിക്കുന്നിടത്തേക്ക് ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘങ്ങൾക്ക്, യുവജന സംഘങ്ങൾക്ക് തരം താഴേണ്ടി വരുന്നു എന്നത് നാം അനുഭവിക്കണം. രാജ്യം വളരെ ഭീഷണിയിലൂടെ, വളരെ ഭയാനകമായ പ്രതിസന്ധിയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോഴും നമ്മുടെ സഹോദരിമാരുടെ ഉടുമുണ്ട് പൊക്കിയിട്ട് ചേലാക്രമത്തിന് വിധേയരായവരുടെ കണക്കെടുപ്പ് പരിശോധിക്കുകയാണ്, കണക്കെടുപ്പ് നടത്തുകയാണ് ഇപ്പോഴും കേരളത്തിലെ ഇടതുപക്ഷ വിദ്യാർത്ഥി യുവജന സംഘടനകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് വളരെയധികം അപമാനകരമായി തോന്നുകയാണ്. ഇങ്ങനെ ചേലാക്രമവും ചിമിക്കി കമ്മലും ഉൾപ്പെടെയുള്ള ഫ്ലാഷ് മോബ് ഉൾപ്പെടെയുള്ള വ്യത്യസ്തമായ തലത്തിലൂടെ ഇന്ത്യൻ രാഷ്ട്രീയ വ്യവസ്ഥയെ, കേരളത്തിലെ രാഷ്ട്രീയ ബോധത്തെ പൈങ്കിളിവൽക്കരിക്കുവാനുള്ള ശ്രമങ്ങളിലേക്ക് ഇടതുപക്ഷം പോയിക്കൊണ്ടിരിക്കുന്നുവെന്നത് എത്രമാത്രം അപകടകരമാണ്. അതുകൊണ്ടായിരിക്കാം സച്ചിദാനന്ദൻ അദ്ദേഹം നിരീക്ഷിക്കുന്നത് ഇന്ത്യയിലെ ക്യാമ്പസുകളുടെ നിർജീവത എന്നെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുവെന്ന്. ഇന്ത്യയിലെ ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അപമാനവീകരണത്തെ നിരീക്ഷിച്ചുകൊണ്ട് സച്ചിദാനന്ദൻ അദ്ദേഹത്തിന്റെ ഭയപ്പാട് അദ്ദേഹം അറിയിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ ഇതിനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വ്യത്യസ്തമായ പ്രശ്നങ്ങളെ കാലികമായി സംബോധന ചെയ്യാൻ കഴിയാതെ വരികയും എന്നിട്ട് തെരുവിൽ ഉമ്മ വെച്ച് കളിക്കുകയും മുസ്ലിം പെണ്ണിന്റെ മതേതരത്വ ആങ്ങളമാരായി, കാവൽക്കാരായി രംഗപ്രവേശകം ചെയ്യുകയും ചെയ്യുന്നതിന്റെ പിറകിൽ ഇങ്ങനെയാണ് ഇടതുപക്ഷത്തിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഫാസിസത്തിന്റെ നിർവചനത്തെക്കുറിച്ച്, നിർവചന ശാസ്ത്രത്തെ ചർച്ച ചെയ്ത് തീർപ്പ് കൽപ്പിക്കുന്നതിന് മുമ്പ് അങ്ങനെ ഒരു ഫാഷിസം ഇന്ത്യയിൽ ഉണ്ടോ എന്ന വലിയ ചർച്ചകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലും ഇന്ത്യയിൽ സാംസ്കാരിക ഫാഷിസത്തോട് ചേർന്ന് നിന്നുകൊണ്ട് തന്നെയാണ് ഇടതുപക്ഷത്തിന് പ്രവർത്തിക്കാൻ കഴിയുന്നത് എന്ന് അവരുടെ നയനിലപാടുകളെ അപഗ്രഥിക്കുന്നിടത്ത് നമുക്ക് ബോധ്യപ്പെടുകയാണ്. ഇസ്ലാമാണ് എപ്പോഴും പ്രതിസ്ഥാനത്തെങ്കിൽ ആ ഇസ്ലാമിനെതിരെ ഫാഷിസത്തിന്റെ പക്ഷത്ത് ചേർന്ന് നിൽക്കാനാണ് ഇടതുപക്ഷം എല്ലാ കാലത്തും ഇന്ത്യയിൽ, വിശേഷിച്ചും മുസ്ലിങ്ങൾ നിലകൊള്ളുന്ന ഒരു പ്രദേശത്ത് സ്വീകരിച്ചത്. മുസ്ലിങ്ങൾ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെ എങ്ങനെ വീക്ഷിക്കുന്നു എന്ന് ഉൾക്കൊള്ളുന്നതിന് പകരം മുസ്ലിങ്ങളാണ്, ഇസ്ലാമാണ് പ്രതിസ്ഥാനത്തെങ്കിൽ അതിനെ കടന്നാക്രമിക്കുവാനുള്ള ആസൂത്രിതമായ ആയുധം അന്വേഷിക്കുകയാണ് ഇടതുപക്ഷം എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായിരിക്കും മാർക്സ് മുമ്പ് മാനിഫെസ്റ്റോയിലൂടെ അദ്ദേഹം നിരീക്ഷിക്കുന്നതും മതം ഒരു അടഞ്ഞ ഭാഗമാണ്, മതത്തെ ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല, മതം ഒരു പൊതുപ്രശ്നമല്ല, ഒരു വൈയക്തികമായ പ്രശ്നം മാത്രമാണ് എന്നതിലേക്ക് ചുരുക്കി കൂട്ടി അതിനെ അവസാനിപ്പിക്കുവാനും
എന്നിട്ട് ഇസ്ലാമിനെതിരെയുള്ള പുതിയ ആയുധങ്ങൾ അന്വേഷിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് ശരീഅത്ത് വിവാദം മുതൽ ഫ്ലാഷ് മോബ് വരെയുള്ള മുഴുവൻ പ്രവർത്തനങ്ങളിലും ഇടതുപക്ഷത്തിന്റെ നിലപാടുകളെ, നീക്കങ്ങളെ നമുക്ക് ഇങ്ങനെ കാണാൻ കഴിയും. മുമ്പ് APJ അബ്ദുൽ കലാം ഇന്ത്യയിലെ രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തെ പിന്തുണയ്ക്കുവാൻ ഇന്ത്യയിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ തയ്യാറായില്ല. പകരം ക്യാപ്റ്റൻ ലക്ഷ്മിയെ ഉയർത്തിക്കൊണ്ടുവരികയാണ് ചെയ്തത്. എന്തായിരുന്നു ഡോക്ടർ APJ അബ്ദുൽ കലാമിനെ അംഗീകരിക്കാതിരിക്കുവാൻ കാരണം? ഡോക്ടർ APJ അബ്ദുൽ കലാമിന് വേറെ അയോഗ്യതകളൊന്നുമില്ല. ഒരു വ്യക്തി എന്ന അർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ സംഭാവനകൾ ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹത്തെ അയോഗ്യത കൽപ്പിക്കാൻ മറ്റൊന്നുമില്ല. അതേസമയം സംഘുപരിവാറാണ് ഡോക്ടർ APJ അബ്ദുൽ കലാമിനെ ആദ്യമായി പിന്തുണച്ചത് എന്നതുകൊണ്ട് തന്നെ APJ അബ്ദുൽ കലാമിന്റെ കൂടെ നിൽക്കുക എന്നത് ശരിയല്ല, ശരികേടാണ് എന്ന് തിരിച്ചറിഞ്ഞ ഇന്ത്യയിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ക്യാപ്റ്റൻ ലക്ഷ്മിയെ വാഴിക്കുകയാണ് ചെയ്തത്. പൊരുതി തോൽക്കുവാനുള്ള മനസ്സു സ്വീകരിച്ച് രാഷ്ട്രീയ വ്യവസ്ഥതയുടെ കൂടെ നിന്ന് ഫാഷിസത്തിനെതിരെയുള്ള ഒരു പോരാട്ടത്തിന്റെ ഭാഗമായി അതിനെ ചിത്രീകരിക്കുമ്പോൾ തന്നെയും നമ്മൾ ആലോചിക്കേണ്ടത്, കലാമിനെതിരെ ക്യാപ്റ്റൻ ലക്ഷ്മിയെ ഉയർത്തിക്കൊണ്ടുവന്നവർക്ക് എന്തുകൊണ്ടാണ് മുത്തലാഖ് പ്രശ്നത്തിൽ, ഏക സിവിൽ കോഡ് പ്രശ്നത്തിൽ, പർദ വിഷയങ്ങളിലൊക്കെയും മുസ്ലിംകൾക്കെതിരെ ഫാഷിസം ആയുധം അന്വേഷിക്കുന്ന, അവരെ ഭീതി ജനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടങ്ങളിൽ പാവപ്പെട്ട ഇരകളാക്കപ്പെടുന്ന അല്ലെങ്കിൽ അരികുവൽക്കരിക്കപ്പെടുന്ന മുസ്ലിങ്ങളോട് ചേർന്ന് നിൽക്കുവാൻ എന്തുകൊണ്ട് അവർക്ക് കഴിയാതെ പോകുന്നു? അവിടെ ഫാഷിസത്തോട് ചേർന്ന് നിൽക്കാനാണ് ഇടതുപക്ഷത്തിന്റെ താല്പര്യം. ദലിതുകളുടെ പ്രശ്നം വരുമ്പോൾ ദലിതുകളുടെ കൂടെ നിൽക്കുന്നതിന് പകരം അങ്ങനെ ഒരു സുഖിപ്പിക്കൽ തത്വശാസ്ത്രത്തിലേക്ക് പലപ്പോഴും ഇടതുപക്ഷം ചേക്കേറേണ്ടി വരുന്നത് അവിടെയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉറച്ച നിലപാടുകളിലെടുത്ത്, ഉറച്ച അധികാരഘടനയിലെടുത്ത് മുഴുവനും ഇന്ത്യയിലെ ലോകത്തെ മുസ്ലിം സമുദായത്തെ, ലോകത്തെ വിവിധ വിഭാഗങ്ങളെ മുഴുവനും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ നോക്കിക്കണ്ടത് അങ്ങനെയാണ് എന്നാണ് മനസ്സിലാകുന്നത്. റഷ്യയിലാണെങ്കിൽ മാവോയുടെ നേതൃത്വത്തിൽ, സ്റ്റാലിന്റെ നേതൃത്വത്തിൽ, അതുപോലെ ചൈനയിൽ മാവോയുടെ നേതൃത്വത്തിൽ, കംബോഡിയയിലെ പോൾപോട്ടിന്റെ നേതൃത്വത്തിലേക്കുള്ള ഭരണകൂടങ്ങൾ എന്ത് സമീപനങ്ങളാണ് സ്വീകരിച്ചത് എന്ന് നമുക്കറിയാൻ പറ്റും. അതിന്റെ ഒരു ചെറുപതിപ്പായിരിക്കാം ഇന്ത്യയിലെ, കേരളത്തിലെ ക്യാമ്പസുകളിൽ SFIക്ക് ആധിപത്യമുള്ളയിടത്ത് ഇന്നും SFI ഒരു പുതിയ അസഹിഷ്ണുത പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. തങ്ങൾ മാത്രം മതി എന്ന് പറയുന്ന നിലപാടിലേക്ക് മാറുകയും മറ്റുള്ളവരെ ജനാധിപത്യപരമായി ഉൾക്കൊള്ളാൻ പോലും കഴിയാത്ത ഒരു സങ്കുചിതമായ കാഴ്ചപ്പാടിലേക്ക് ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ ചുരുങ്ങിക്കൊണ്ടിരിക്കുന്നതിന്റെ ഒരു പക്ഷം അതായിരിക്കും എന്ന് ലോകത്തെ വിവിധ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലെ അധികാരഘടനയെ വായിച്ചുകൊണ്ട് നമുക്ക് നിരീക്ഷിക്കുവാൻ സാധിക്കും എന്ന് തോന്നുകയാണ്. സർഗാത്മകമായ ധൈഷണികമായ ഒരു പാരമ്പര്യത്തെ, പുരോഗമനത്തിന്റെ ഒരു വലിയ അടയാളങ്ങളെ ഉയർത്തി പറഞ്ഞ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്, ഒരു യുവജന പ്രസ്ഥാനത്തിന്, ഇടതുപക്ഷ സങ്കല്പങ്ങൾക്ക് അത്തരത്തിലുള്ള ആശയങ്ങളെ, അത്തരത്തിലുള്ള ദർശനങ്ങളെ സ്വീകരിക്കുന്നതിന് പകരം ആരോ വഴിയിൽ ഉപേക്ഷിച്ചു പോയ അജീർണം ബാധിച്ച ആശയങ്ങൾ സ്വീകരിച്ച് ആശയധാരയില്ലാത്ത ഒരു ആൾക്കൂട്ടമായി ഇടതുപക്ഷം ഇന്ന് അവസാനിച്ചു കൊണ്ടിരിക്കുന്നുവെന്നത്, ഇന്ന് അതിന്റെ അന്ത്യകൂദാശയിലാണ് എന്നത് നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒരു സത്യസന്ധമായ ഒരു കാര്യമാണ്. അവിടെയാണ് സച്ചിദാനന്ദൻ പറഞ്ഞ അദ്ദേഹത്തിന്റെ പ്രസ്താവനയുടെ ഗൗരവം നമ്മൾ വായിക്കേണ്ടത്. അത്തരത്തിലുള്ള ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ പാളയങ്ങളിലാണ് ഫാഷിസ്റ്റുകൾ അവർക്ക് സ്വാഭാവികമായും പുതിയ സാംസ്കാരിക സ്വത്വം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് ഡിങ്കായിസ്റ്റുകൾ അവർ മുട്ടയിട്ട് വിരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് മാവോയിസ്റ്റുകൾ ചിറകടിച്ച് പറന്നുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് ഞാഞ്ഞൂൽ സംഘങ്ങൾ അവർ പുതിയ പൊളച്ചിലുകൾ തേടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നാട്ടിലുള്ള സദാചാരത്തിനെതിരായി ഉയർന്നു വരുന്ന, നന്മയ്ക്കെതിരായി ഉയർന്നു വരുന്ന പുതിയ സങ്കല്പങ്ങളെ രൂപപ്പെടുത്തിയെടുക്കുന്ന മുഴുവൻ വൃത്തിഹീനമായ സങ്കല്പങ്ങളും ഉയർന്നു വരാനുള്ള ഒരു പാളയമായി, ഒരു പ്രത്യുൽപാദന യന്ത്രമായി ഇന്ത്യയിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നുവെന്നത് വളരെയധികം അലോസരമുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യനെ ആത്മീയമായ, ആത്മാവ് ദാഹിക്കുന്ന ദാഹത്തെ പരിഹരിക്കാൻ ഒന്നും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കാവില്ല എന്ന് മാത്രമല്ല, പാവപ്പെട്ട മനുഷ്യനോട് ചേർന്ന് നിൽക്കാൻ പോലും കഴിയാത്തതിന്റെ യുക്തി കൂടുതൽ അന്വേഷണ വിധേയമാക്കേണ്ടതുണ്ട് എന്ന് തോന്നുകയാണ്. പോരാട്ടങ്ങൾ അതല്ലെങ്കിൽ അങ്ങനെയുള്ള സമരമുദ്രാവാക്യങ്ങൾ കേവല മുദ്രാവാക്യങ്ങളായി അവസാനിക്കുകയും അതിനപ്പുറത്തേക്ക് ഇടത് ഭൂഗോളം വികസിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ മനുഷ്യനെ ആത്മീയമായോ ഭൗതികമായോ പോലും ഉൾക്കൊള്ളുവാൻ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കാവില്ല എന്ന തിരിച്ചറിവാണ് നമുക്കുണ്ടായിരിക്കേണ്ടത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.